ഗൈസ് അങ്ങനെ നമ്മൾ മൗണ്ട് സിയോണിനെ പിള്ളേരെയും കൊണ്ട് ഐവിക്ക് വന്നതിന് ശേഷം ഐവി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ ആലപ്പുഴ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞു വിട്ടു. ഇനി അതിന് ശേഷം നമുക്ക് ബീച്ചിലൊന്ന് കറങ്ങിയടിച്ച് നടക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് കറങ്ങിയടിച്ച് പിള്ളേർ വരുമ്പോഴത്തേക്കിനും വരാമെന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കുട്ടികളായിട്ട് നേരെ നമ്മുടെ അടൂർ മൗണ്ട് സിയോണിലേക്ക് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കോളേജ് എത്താറായപ്പോഴാണ് ഞങ്ങളൊരു കാര്യം പറഞ്ഞത്. അതായത് ഇന്ന് അവിടെ കോളേജിൽ DJ പാർട്ടി പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കില്ല, നമ്മുടെ ഐറ്റംസ് ഫുള്ള് അങ്ങോട്ട് ഓണാക്കിയിട്ട് കയറി ചെല്ലാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ നേരെ ഞങ്ങൾ ഫുൾ ലൈറ്റ് നമ്മുടെ വോക്കൽ സാരകളൊക്കെ ഇട്ട് കയറി ചെന്നപ്പോഴാണ് അവിടെ മാരക DJ നടക്കുന്നു. പക്ഷേ പോരാ, നമ്മുടെ ചെറുക്കൻ്റെ വോക്കലിൻ്റെ 7 അയലത്ത് വരുന്നില്ല അവരുടെ DJ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് കയറി ചെന്നില്ല. അവിടെയുള്ള ഫുൾ ആൾക്കാർ നമ്മുടെ വണ്ടി തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ DJ വിട്ട് അടിച്ച് പൊളിച്ച് തിമിർത്തിട്ട് നമ്മൾ നേരെ കുട്ടികളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരിറങ്ങിയിട്ട് പോകുന്നില്ല, അവർ വീണ്ടും വോക്കലിട്ട്, അതായത് നമ്മൾ എൻട്രി എടുക്കുന്നതിനെക്കാട്ടി വേറെ ലെവലിൽ അവർ അടിച്ച് പൊളിച്ച് തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡാൻസ് കളിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക, വോക്കൽ വേറെ ലെവൽ. തൊട്ട് താഴെ ഒരു DJ നടപ്പുണ്ട്, അതുപോലും കേൾക്കാൻ പറ്റുന്നില്ല ഇവിടെ. അപ്പം മാരക വോക്കലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ അവരോടെല്ലാം ടാറ്റ പറഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പം തൊട്ട് താഴെ DJ നടക്കുന്നില്ലേ, നമുക്ക് അവിടെ കൊണ്ടിട്ട് ഒരു ആറാടായിട്ട് പോവാം. അപ്പം അടുത്ത വേറെ കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പം ടാറ്റ ബൈ ബൈ. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോകുക ഗൈസ്.